എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ബിഗ് മോമിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് അടി കിട്ടിയൊക്കെ കിട്ടിയ നമ്മുടെ യൂസ്റ്റസ് കിഡിനെ ആയിരിക്കും കാണിക്കുക. അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ ചെറുപ്പം ആലോചിക്കും. അവൻ വളർന്നു വന്നതും പൈററ്റായി മാറിയതും അവന് വേണ്ടി ഒരു ടീം അത് ക്രിയേറ്റ് ചെയ്തതും ഒരുപാട് കാര്യങ്ങൾ സക്സീഡ് ചെയ്ത് വളർന്നു വന്നതും പിന്നീട് അപ്പോംസും ഡ്രേക്കുമായി ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്ത് അവർ 3 പേരും ചേർന്ന് കൈഡോയെ ആക്രമിക്കാൻ വന്നതും അവിടെ വെച്ച് അവൻ ചതിക്കപ്പെട്ടതും പിന്നീട് ലൂഫിയോടൊപ്പം ആ ജയിലിൽ അടയ്ക്കപ്പെട്ടതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ അവന്റെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു പോവുകയാണ്. കിഡിനാണെങ്കിൽ അവസാനമായിട്ട് ലൂഫി പറഞ്ഞ കാര്യങ്ങൾ അത് ഓർമ്മ വരികയാണ്. അത് ആലോചിച്ചുകൊണ്ട് തന്നെ അവനിപ്പോ തിരികെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറെടുക്കും. കട്ട് ചെയ്ത ഇവിടെ യമട്ടോ ആണെങ്കിൽ ആദ്യം ആ മോൺസ്റ്ററിന്റെ അറ്റാക്കിൽ ഒന്ന് പെട്ടുപോകും. അതിനുശേഷം അവളുടെ പൂർവാധികം ശക്തി ഉപയോഗിച്ച് അതിനെ തിരികെ റെസിസ്റ്റ് ചെയ്യാണ്. എങ്ങനെയെങ്കിലും അതിനെ നശിപ്പിച്ച് അവിടുന്ന് മിരട്ടി ഓടിക്കണം. അതല്ല എങ്കിൽ അവളുടെ പ്ലാനുകളെല്ലാം തകർത്ത് അത് ആ വെടിമരുന്നുകളെല്ലാം പൊട്ടിത്തെറിപ്പിക്കും. അങ്ങനെ സംഭവിച്ച വലിയ അപകടമാണെന്ന് ചിന്തിച്ച് അവൾ അതിനെ തിരികെ അറ്റാക്ക് ചെയ്യും. മറ്റൊരു ഭാഗത്ത് മൊമന്റോസ്കി ആണെങ്കിൽ മണിക്കൂറുകളായിട്ട് ആ ഒരു ക്ലൗഡിനെ അവനെ കൊണ്ടാവും പോലെ പിടിച്ചു വലിക്കുകയാണ്. പക്ഷെ അത് ഭയങ്കര സ്ട്രോങ് ആണ്. അവൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ ക്ലൗഡ്സുകൾ മുഴുവനായിട്ട് തകർത്ത് കളയാനോ അതിനെ വേറൊരു ദിശയിലേക്ക് ഡൈവേർട്ട് ചെയ്യാനോ അവനെ കൊണ്ട് കഴിയില്ല. ഇല്ല, ഞാൻ വിട്ടുകൊടുക്കില്ല. വീണ്ടും വീണ്ടും ശ്രമിച്ചു കൊണ്ടേയിരിക്കും. ഒരുകഷിമയെയും ഫ്ലവർ ക്യാപിറ്റലിനെയും അത് രണ്ടിനെയും എനിക്ക് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ നിർത്താതെ ശ്രമം തുടരും. അവന്റെ മനസ്സിലൂടെയും തുടക്കം മുതൽ അവസാനം വരെ സംഭവിച്ച കാര്യങ്ങൾ അതൊന്നൊന്നായിട്ട് കടന്നു പോവാണ്. അതേസമയം ഇവിടെ ലൂഫിയും കൈഡോയും അവരങ്ങോട്ടും ഇങ്ങോട്ടും തുടർന്നുകൊണ്ടേയിരിക്കും. മൊമന്റോസ്കി ആണെങ്കിൽ ഉച്ചത്തില് അവന്റെ അച്ഛന്റെ അമ്മയുടെയും പേര് വിളിക്കും. തീർച്ചയായിട്ടും നമ്മുടെ വാനോ കിൻഡത്തെ ഞാൻ തിരികെ പിടിക്കും. അവരുടെ പ്ലാന് അത് നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് അവൻ കുറെ കൂടെ അധികമായിട്ട് എഫേർട്ട് കൊടുക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ഫ്ലവർ ക്യാപിറ്റലിലുള്ള ജനങ്ങളെ കാണിക്കും. അവരാണെങ്കിൽ ഇത്തരത്തിൽ വലിയൊരു ഐലാൻഡ് അത് അവിടേക്ക് വരുന്നത് പോലും ശ്രദ്ധിക്കാതെ ഇപ്പോഴും ആ ഒരു ഫയർ ഫെസ്റ്റിവൽ മതിമറന്ന് ആസ്വദിക്കുകയാണ്. മൊമന്റോസ്കി ആണെങ്കിൽ വാനോ കിൻഡത്തിലെയും ഫ്ലവർ ക്യാപിറ്റലിലെ ജനങ്ങളെ എല്ലാവരെയും മനസ്സിലോർത്ത് ഒച്ചത്തിൽ അലറി ഇപ്പോ നല്ല ഫോഴ്സിൽ മുൻപോട്ടേക്ക് പുള്ളി ചെയ്യും. മൊമന്റോസ്കിയുടെ ആ ഒരു സ്ട്രെങ്ത്തിന് മുൻപിൽ ഇപ്പൊ ആ ക്ലൗഡ് പതിയെ പതിയെ നീങ്ങാനായിട്ട് ആരംഭിക്കുകയാണ്. അവനാണെങ്കിൽ വിട്ടുകൊടുക്കാതെ മുൻപോട്ടേക്ക് പുള്ളി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും മറ്റൊരു ശബ്ദം അവൻ കേൾക്കുക. അത് മറ്റാരുടെയോ അല്ല, സാക്ഷാൽ ആ സോ ഐലാൻഡിലെ ആനയുടെ ശബ്ദം. അതേസമയം യൂസ്റ്റസ് കിഡ് അവൻ ആഞ്ഞടിച്ച ബിഗ് മോം അവൾ വീണ്ടും ചാടി എഴുന്നേറ്റ് യൂസ്റ്റസ് കിഡിനെ അച്ചറം പൊച്ചറും ഇടിക്കും. യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ അടങ്ങിയിരിക്കില്ല. അവനും തിരികെ ബിഗ് മോമിനെ അറ്റാക്ക് ചെയ്യാണ്. അത് കണ്ട് യൂസ്റ്റസ് കിഡിന്റെ അസിസ്റ്റൻസ് ഇപ്പോ ലോഡ് അസിസ്റ്റൻസിനെ കളിയാക്കും. കണ്ടില്ലേ, ഞങ്ങളുടെ ക്യാപ്റ്റനാണ് പവർ കൂടുതൽ, ആളാണ് ബിഗ് മോമിനെ തോൽപ്പിക്കുന്നതെന്ന് പറയും. യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ ലോഡ് സഹായം ചോദിക്കും. അതിൽ ലോ പറയും, എപ്പോഴും ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്ത് തരുന്നത് ഞാനാണ്, ഇനി ഞാൻ ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്ത് തരില്ല, നീ തന്നെ സ്വന്തമായിട്ട് അറ്റാക്കിംഗ് ടെക്നിക്സും മെത്തേഡൊക്കെ ഉപയോഗിച്ച് ബിഗ് മോമിനെ നേരിടാനായിട്ട് പറയും. ആണെങ്കിൽ സെക്കൻഡ് അറ്റാക്ക് അത് ഞാൻ നടത്താം, എന്റെ സെക്കൻഡ് അറ്റാക്കിൽ അവൾ തകരുമെന്ന് പറയും. യൂസ്റ്റസ് കിഡിനാണെങ്കിൽ അതൊട്ടും ഇഷ്ടപ്പെടില്ല. ഞാൻ എന്ത് ചെയ്യണം തീരുമാനിക്കുന്നത് അത് ഞാനാണെന്ന് പറയും. ആ ഗ്യാപ്പിൽ ഇടി കിട്ടിയ ബിഗ് മോം അവളാണെങ്കിൽ ബോഡിയിലും വായിലും ഒക്കെ രക്തം ഒലിപ്പിച്ച് എഴുന്നേറ്റ് നിൽക്കും. അതേസമയം ഇവിടെ യൂസ്റ്റസ് കിഡിന്റെയും ലോയുടെ അസിസ്റ്റൻസ് അവർ രണ്ട് ടീമും ഇപ്പൊ പരസ്പരം ഒന്ന് പറഞ്ഞ് 50 പറഞ്ഞ് പൊരിഞ്ഞ തർക്കം. ബിഗ് മോം ആണെങ്കിൽ ലോയുടെ അറ്റാക്കിനെ കുറിച്ച് പറയും, നിന്റെ അറ്റാക്കിലാണ് എന്റെ എല്ലുകൾ നുറുങ്ങിയത്, സോ എനിക്കിപ്പോ ഏറ്റവും കൂടുതൽ ദേഷ്യം എന്നോടാണ്. അത് കേട്ട് ലോ ആണെങ്കിൽ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ യൂസ്റ്റസ് കിഡിനോട് പറയും, നീ അത് കേട്ടില്ലേ, എന്റെ പവർ എത്രത്തോളമാണെന്ന് ഇപ്പൊ ബിഗ് മോം തന്നെ റിവ്യൂ പറഞ്ഞിരിക്കുകയാണ്. സത്യത്തിൽ എനിക്ക് ഒട്ടും ആരോഗ്യമില്ല, ഇത്തവണ നീ തന്നെ അവരെ അറ്റാക്ക് ചെയ്യണമെന്ന് പറയും. യൂസ്റ്റസ് കിഡിനാണെങ്കിൽ അവന് നിർദ്ദേശം കൊടുക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. അവൻ വീണ്ടും വീണ്ടും പോയോട് ദേഷ്യപ്പെടും. എന്നെ കൊണ്ട് പറ്റില്ല നീ പറയും പോലെ ചെയ്യാൻ, ഞാൻ എന്റെ ഇഷ്ടത്തിന് മാത്രമേ ഫൈറ്റ് ചെയ്യൂ. ഒട്ടിയടയിൽ ബിഗ് മോം ആണെങ്കിൽ അവളുടെ സ്ക്വാഡ് വെച്ച് ഇപ്പോ യൂസ്റ്റസ് കിഡിനെ അറ്റാക്ക് ചെയ്യും. അതിനുശേഷം അവളുടെ ബോൺസിന് കൊടുത്ത് നോർമൽ ആക്കുകയാണ്. യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ അവന്റെ മാഗ്നറ്റിക് പവറിന്റെ സൗത്ത് പോള് മോമിന്റെ തലയിലും നോർത്ത് പോള് അടുത്തുണ്ടായിരുന്ന ചുമരിലും അങ്ങനെ സെറ്റ് ചെയ്യും. അടുത്ത നിമിഷം ബിഗ് മോം ആണെങ്കിൽ ആ ഒരു ചുമരിനോട് അട്രാക്റ്റഡ് ആയിട്ട് ലോക്ക് ആവുകയാണ്. യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ ഇതാണ് പറ്റിയ അവസരം എന്ന് പറഞ്ഞ് വെപ്പൻസും സ്ട്രെങ്ത്തും ഒക്കെ ഉപയോഗിച്ച് അവളെ ആഞ്ഞടിക്കും. പക്ഷെ ബിഗ് മോം ആ ചുവര് തകർത്ത് അവിടുന്ന് നീങ്ങി പോവാണ്. അത് കണ്ട ലോ അവൻ ചാടി വന്ന് അവന്റെ മൂക്കിൽ തന്നെ കയറിയിരുന്ന് അവളുടെ 2 കണ്ണിലും ആഞ്ഞു കുത്തും. അതിന് ബിഗ് മോം അവനെ തൂക്കിയെടുത്ത് നിലത്തൊരൊറ്റ അടി. പക്ഷെ ലോ ആണെങ്കിൽ ആ ഒരു അറ്റാക്കിൽ നിന്ന് ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെടും. പിന്നീട് കുറച്ച് കല്ലുകൾ ഉപയോഗിച്ച് ബിഗ് മോമിനെ ഡൈവേർട്ട് ചെയ്ത് അവളുടെ ഫേസിന്റെ ഓരോ ഭാഗത്തും അങ്ങനെ അറഞ്ചം പുറഞ്ചം ആഞ്ഞു വെട്ടുകയാണ്. ആ ഗ്യാപ്പിൽ യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ അവന്റെ വെപ്പൻ ഹാൻഡ് അതുപയോഗിച്ച് ബിഗ് മോമിന്റെ മുഖത്ത് തന്നെ ആഞ്ഞൊരിട്ടി. അതിൽ കൺട്രോൾ പോയ ബിഗ് മോം കൈ രണ്ടും ചുരുട്ടി 2 പേരുടെയും ദേഹത്ത് ആഞ്ഞൊരട്ടി. 2 പേരും 2 ഭാഗത്തേക്ക് ഫ്ലൈ ചെയ്തു പോകും.
അവനാണെങ്കിൽ അവളുടെ സർവ്വക്ഷമയും നശിക്കും. അവളാണെങ്കിൽ ഇപ്പൊ അവളുടെ ഫുൾ പവറും റിലീസ് ചെയ്ത് ഒരു മോൺസ്റ്ററിനെ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അവളാണെങ്കിൽ ആ ഒരു മോൺസ്റ്ററിനെ ഉപയോഗിച്ച് ഇപ്പൊ യൂസ്റ്റസ് കിഡിനെ പിടിച്ചു വലിച്ച് അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. ലോയ്ക്കും അവന്റെ അസിസ്റ്റൻസിനും യൂസ്റ്റസ് കിഡിന്റെ അസിസ്റ്റൻസിനും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ബിഗ് മോം ഇത്തരത്തിലൊരു ട്രാൻസ്ഫർമേഷനിലേക്ക് മാറുമെന്ന് അവർ കരുതിയതല്ല. യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ ഒരുപാട് ശ്രമിക്കും അവളുടെ അറ്റാക്കിൽ നിന്ന് എങ്ങനെയെങ്കിലും തെന്നി മാറാനായിട്ട്. പക്ഷേ അവൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവനെ കൊണ്ട് അത് സാധിക്കില്ല. ഇവിടെ മോമാണെങ്കിൽ സെക്കൻഡ് പോലും ഗ്യാപ്പ് കൊടുക്കാതെ അവനെ തല്ലി തല്ലി ചതക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ആ കാഴ്ച നോക്കി നിൽക്കാൻ പോലും കഴിയില്ല. ഒരുപാട് പരിക്കുകൾ പറ്റി ചോര തുളുമ്പി യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ ഒച്ചത്തിൽ നിലവിളിക്കും. യഥാർത്ഥത്തിൽ ബിഗ് മോം അല്ല, അവളുടെ ബോഡിയിലെ ഒരു പവർ ഇസ്രിയ. അവളാണ് ഇപ്പൊ യൂസ്റ്റസ് കിഡിനെ അറ്റാക്ക് ചെയ്യുക. ബിഗ് മോം ആണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യും. കമോൺ കമോൺ, നിന്റെ പവർ അതെന്താന്ന് കാണിക്ക്. ആ യൂസ്റ്റസ് കിഡിനെ രണ്ടായി വെട്ടിപ്പൊളിക്ക്. അത് കേട്ട് അവളാണെങ്കിൽ കൈ ഷാർപ്പാക്കി യൂസ്റ്റസ് കിഡിനെ രണ്ടായിട്ട് വെട്ടി തകർക്കാൻ അറായിട്ട് ചിരിച്ച് അവന്റെ അടുത്തേക്ക് എത്തും. ബിഗ് മോം ആണെങ്കിൽ ഫുൾ ഹാപ്പിയിൽ നിൽക്കുമ്പോഴായിരിക്കും അവളുടെ തലയ്ക്ക് മീതെ എന്തോ ഉണ്ടെന്ന് മനസ്സിലാവുക. അപ്പൊ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് ലോയെ കാണിക്കും. അവനാണെങ്കിൽ കൈകൊണ്ട് വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് നിൽക്കുകയാണ്. ആക്ച്വലി ലോ തകർത്തിട്ട വലിയൊരു ബിൽഡിങ്, അതാണ് ഇപ്പൊ ബിഗ് മോമിന്റെ തലയ്ക്ക് മേലെ ഉള്ളത്. ബിഗ് മോം എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ ഒരു ബിൽഡിംഗ് തലയിൽ വീണ് അവൾ പോയി ബിഗ് മോം താഴേക്ക് വീഴുകയാണ്. ആ ഒരു എഫക്റ്റില് ഇപ്പോ യൂസ്റ്റസ് കിഡിനെ അറ്റാക്ക് ചെയ്യാൻ വന്ന ആ ഒരു മോൺസ്റ്റർ പെണ്ണ് അവളും പുറകിലേക്ക് പോകും. എല്ലാവരും യൂസ്റ്റസ് കിഡിനെ നോക്കും. അവളുടെ അറ്റാക്കില് യൂസ്റ്റസ് കിഡ് കംപ്ലീറ്റ് ആയിട്ട് നോക്ക് ഡൗൺ ആയിരിക്കുകയാണ്. അവന്റെ കണ്ണെല്ലാം കറുത്ത് പ്രത്യേകിച്ച് അനക്കൊന്നുമില്ലാതെ അവനങ്ങനെ ഫ്രീസ് ആയിട്ട് കിടക്കും. ലോയ്ക്കാണെങ്കിൽ ആ കാഴ്ചയെല്ലാം കണ്ട് സഹിക്കില്ല. അവനാണെങ്കിൽ അവന്റെ സ്ക്വാഡ് എടുത്ത് വീണ്ടും ബിഗ് മോമിന്റെ ദേഹത്ത് ആഞ്ഞു കുത്തും. ബിഗ് മോം ആണെങ്കിൽ തടയാനായിട്ട് ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും അവന്റെ സ്ക്വാഡ് അവളുടെ ബോഡിയിലൂടെ അങ്ങനെ പാസ് ചെയ്ത് കാല് തുളച്ച് ഫ്ലോർ തകർത്ത് ആ ഐലാൻഡിന്റെ താഴേക്ക് പോകും. ബിഗ് മോം ആണെങ്കിൽ ഗ്യാപ്പില് ഇപ്പൊ ലോയെ പഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ലോഡ് അസിസ്റ്റൻസ് ആണെങ്കിൽ അവിടുന്ന് മാറാനായിട്ട് പറയുമെങ്കിലും ലോ മാറില്ല. സ്ക്വാഡ് ആണെങ്കിൽ വീണ്ടും വീണ്ടും താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ബിഗ് മോം ആണെങ്കിൽ ലോയോട് ചോദിക്കും, എന്തു പറ്റി, എന്റെ അടി ഇരന്ന് വാങ്ങാനാണോ നീ ഇവിടേക്ക് വന്നേ? ലോയുടെ സ്ക്വാഡ് ആണെങ്കിൽ എർത്തിന്റെ കോറ് വരെ പോവും. അതങ്ങനെ താഴേക്ക് പോകുന്നത് ആ ഫ്ലവർ ക്യാപിറ്റലിലുള്ള ജനങ്ങൾ നോക്കുകയാണെങ്കിൽ അവർക്ക് കാണാനായിട്ട് കഴിയും. പക്ഷെ അവരാണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ ഇപ്പോഴും പാർട്ടി ആഘോഷിക്കുകയാണ്. ആ ഒരു സ്ക്വാഡ് അങ്ങനെ തുളച്ചു കയറി അവിടെ ഇപ്പോൾ വലിയൊരു ദ്വാരം അത് ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ബിഗ് മോം ആണെങ്കിൽ ഒരുപാട് സമയം ലോയെ അടിച്ചുകൊണ്ടേയിരിക്കും. അടുത്ത നിമിഷം ലോയാണെങ്കിൽ അതിലേക്ക് ഷോക്ക് വേവ്സ് അത് കടത്തി വിടുകയാണ്. അതിലങ്ങനെ നല്ല രീതിയിൽ ഷോക്ക് അടിച്ച് ബിഗ് മോം ഫ്രീസായി പുറകിലേക്ക് പോകും. ആണെങ്കിൽ ആ സ്ക്വാഡ് അങ്ങനെ കുത്തി നിൽക്കുന്നത് കണ്ട് അത്ഭുതപ്പെടും. അതുപോലെ തന്നെ യമട്ടോ ആണെങ്കിൽ മുകളിലേക്ക് നോക്കും. ആ ക്യാസ്റ്റിലിന്റെ ഐലാൻഡിന്റെ നടുവിൽ ഇപ്പൊ വലിയൊരു ദ്വാരം ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ബിഗ് മോം പതിയെ പതിയെ നിരങ്ങി ആ ഒരു ദ്വാരത്തിന്റെ അടുത്തെത്തും. പക്ഷെ അടുത്ത നിമിഷം വീണ്ടും അവൾ കോൺഷ്യസ് ആയി തിരികെ വന്ന് ലോയെ അടിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ലോയ്ക്കാണെങ്കിൽ ഒരുപാട് പവർ ഉപയോഗിച്ചതുകൊണ്ടും ഒരുപാട് അടി കിട്ടിയതുകൊണ്ടും അവനെ കൊണ്ടാണെങ്കിൽ അവിടെ നനങ്ങാനായിട്ട് കഴിയുന്നില്ല. ആണെങ്കിൽ ആ ഹോളിലൂടെ താഴെ പോവാതെ അങ്ങനെ മുറുക്ക പിടിച്ചിരിക്കും. അതിനുശേഷം അവൾ ക്രിയേറ്റ് ചെയ്ത ആ ബീസ്റ്റ് വുമൺ അവളോട് ലോയെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറയാണ്. അത് കേട്ട് ലോയാണെങ്കിൽ കിഡിനെ വിളിക്കും. കിഡ്, ഇതാണ് പറ്റിയ അവസരം, എന്റെ പവർ എന്താണെന്ന് കാണിക്ക്, അവളെ ഇല്ലാതാക്ക്. അതിന് യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞു നീ എനിക്ക് ഇൻസ്ട്രക്ഷൻ തരണ്ട എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ വെപ്പൻ അത് ബിഗ് മോമിന് നേരെ നീട്ടുകയാണ്. അവനാണെങ്കിൽ വിളിച്ചു പറയും, നിങ്ങളുടെ എറ അത് അവസാനിച്ചിരിക്കുകയാണ്, ഇത് ന്യൂ എറ ആണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ കിഡിന് ഫുൾ സപ്പോർട്ട് കൊടുക്കും. ആ സമയം കിഡ് അവന്റെ വെപ്പൻ ഉപയോഗിച്ച് ആഞ്ഞടിക്കും. പക്ഷെ ബിഗ് മോം അവള് കട്ടയ്ക്ക് ഭാരത്തിലൂടെ താഴേക്ക് പോവാതെ അങ്ങനെ പിടിച്ചു നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.